യുദ്ധക്കളത്തിന്റെ മുഴുവൻ നിയന്ത്രണവും കൈപ്പിടിയിലൊതുക്കുന്ന കൺട്രോൾ റൂം. ഭൂമിയിലല്ല, അങ്ങ് ആകാശത്ത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമ്പോൾ മേഖലയ്ക്ക് മുകളിലൂടെ നിർത്താതെ വട്ടം കറങ്ങി ശത്രു നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയാണ് അമേരിക്കയുടെ ബോയിങ് E-3 സെൻട്രി. ലോകത്തെ ഏറ്റവും ശക്തമായ ആകാശ നിരീക്ഷണ സാങ്കേതിക വിദ്യകളിൽ ഒന്നായ ഈ പറക്കും കമാൻഡ് സെന്റർ അമേരിക്കൻ വ്യോമസേനയും നാറ്റോ പോലെയുള്ള സഖ്യസേനകളും തങ്ങളുടെ പ്രധാന പോരാട്ട കരുത്തായാണ് കാണുന്നത്. എന്താണ് ബോയിങ് E-3 സെൻട്രി എന്ന അമേരിക്കൻ ഭീമന്റെ പ്രധാന സവിശേഷതകൾ? പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. നിലവിൽ യുദ്ധഭൂമിയിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ, യുദ്ധമേഖലാ മാനേജ്മെന്റ്, തത്സമയ സന്ദേശ വിനിമയം എന്നിവ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന US വിമാനമാണ് E-3 സെൻട്രി. സാധാരണ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് താഴ്ന്നു പറക്കാൻ ശ്രമിക്കുന്ന ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും ഡ്രോണുകളെയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് തന്നെ ലോക്ക് ചെയ്ത് തകർത്തെറിയാൻ സ്വന്തം ഫൈറ്റർ ജെറ്റുകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നതാണ് ഈ ഭീമന്റെ പ്രധാന പ്രത്യേകത. പരിഷ്കരിച്ച ബോയിങ് 707 വിമാനമായ ഇതിൻ്റെ ഫ്യൂസ്ലേജിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക റഡാർ ഡോം വഴി ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാനാകും. വലിയ ദൂരെ നിന്നുകൊണ്ട് ആകാശത്തെ ചെറു നീക്കങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ റഡാറുകളും പാസീവ് സെൻസറുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ നോക്കിയാൽ ആദ്യം വിമാനത്തിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 30 അടി വ്യാസമുള്ള റെട്രോഡോം ആണ്. അതെ, കറങ്ങുന്ന റഡാർ ആൻറ്റിന. മിനിറ്റിൽ 6 തവണ കറങ്ങുന്ന ഈ റഡാറിന് ഭൂതലത്തിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയർ വരെയുള്ള ഏത് നീക്കവും ഒപ്പിയെടുക്കാനാകും. മാത്രമല്ല, പർവ്വതങ്ങളോ കെട്ടിടങ്ങളോ ഉള്ള പ്രദേശങ്ങളിലൂടെ അതീവ രഹസ്യമായി താഴ്ന്നു പറക്കുന്ന ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും കൃത്യമായി തിരിച്ചറിയാനുള്ള പ്രത്യേക ശേഷിയും ഇതിനുണ്ട്. 400 കിലോമീറ്ററിലധികം, അതായത് 250 മൈൽ ദൂരത്തിലുള്ള താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം 650 കിലോമീറ്ററോളം അകലെയുള്ള ഉയർന്ന ലക്ഷ്യങ്ങളെയും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇതിന് സാധിക്കുകയും ചെയ്യും. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ തുടർച്ചയായി 8 മണിക്കൂർ വരെ പറക്കാൻ ഇതിന് കഴിയും. കൂടാതെ ആകാശത്ത് വെച്ച് തന്നെ വീണ്ടും ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട് എന്നത് മറ്റൊരു പ്രധാന കാര്യം. പശ്ചിമേഷ്യയിൽ ഇത് നിർണായകമാകുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അമേരിക്കൻ സഖ്യസേനയുടെ സൈനിക നീക്കങ്ങളും പോരാട്ടങ്ങളും ഏകോപിപ്പിക്കുന്നതിന് E-3 സെൻട്രിയുടെ പങ്ക് നിർണായകമാണ്. 100 കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള ശത്രുക്കളുടെ വിമാനങ്ങളും ഡ്രോണുകളും ബലിസ്റ്റിക് മിസൈലുകളും ഇവയുടെ നീക്കങ്ങളും കൃത്യമായി കണ്ടെത്താൻ ഇതിലെ അത്യാധുനിക റഡാറുകൾക്ക് കഴിയുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾക്ക് തത്സമയ ദിശാബോധവും ശത്രു ലക്ഷ്യങ്ങളുടെ വിവരങ്ങളും നൽകുന്ന കേന്ദ്രീകൃത കമാൻഡ് സെന്ററായി ആകാശത്ത് വെച്ച് തന്നെ ഇത് പ്രവർത്തിക്കുന്നു. അമേരിക്കയുടെ വിവിധ എയർബേസിലുണ്ടായ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലയിടുക്കുകളുടെയും കുന്നുകൾക്കിടയിലൂടെയും റഡാറുകളെ വെട്ടിച്ച് താഴ്ന്നു പറക്കുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും സാധാരണ തറനിരപ്പിലെ റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. എന്നാൽ ആകാശത്ത് നിന്നും താഴേക്ക് നിരീക്ഷിക്കുന്ന ഇതിൻ്റെ ലുക്ക് ഡൗൺ ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരം സൂക്ഷ്മ ഭീഷണികളെല്ലാം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ചുരുക്കത്തിൽ, ശത്രുക്കളുടെ ഉറക്കം കെടുത്താനും ആകാശത്ത് സ്വന്തം സേനയ്ക്ക് തികഞ്ഞ ആധിപത്യം ഉറപ്പാക്കാനും ബോയിങ് E-3 സെൻട്രിയേക്കാൾ മികച്ചൊരു ആകാശ മേധാവി നിലവിൽ ഇല്ലെന്ന് തന്നെ സാരം. പിന്നെ മറ്റൊരു കാര്യം, വ്യോമ പ്രതിരോധത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പുതിയ തരം ഭീഷണികൾക്ക് മുന്നിൽ ഈ സിസ്റ്റം പഴഞ്ചനാകുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ US വ്യോമസേന തങ്ങളുടെ E-3 സെൻട്രി വിമാനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇതിന് പകരമായി കൂടുതൽ ആധുനികമായി E-7 വെഡ്ജ് ടെയിൽ സിസ്റ്റം കൊണ്ടുവരാൻ പദ്ധതിയിടുകയും ചെയ്യുന്നതായി വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും ഒരേ സമയം അതിശയവും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ ആകാശത്ത് ഭീതിയുമാണ് ഈ യുദ്ധഭീമൻ എന്നത് ഒരു വാസ്തവമാണ്.